പിന്നെ മറ്റൊന്ന് നമ്മൾ ഇന്നിവിടെ ചർച്ച വിളിച്ചിരിക്കുന്നത് സാധാരണ ചാമത്തോട്ടിലുള്ളത് ഞാൻ കൊണ്ട് പ്രസംഗിക്കുന്നതല്ല, ജതുമാണിൻ്റെതുള്ള മറ്റു പറയേണ്ട അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ എന്താണ് നമുക്കെല്ലാവരും പറയാം. നമ്മൾ ടൈം ഷെഡ്യൂൾ വെച്ച് നമുക്ക് എന്തൊക്കെ ഇവിടുള്ള കുട്ടികളെ അല്ലെങ്കിൽ ഇവിടുത്തെ സമൂഹത്തെ പ്രതികളക്കാൻ ഇതിനെതിരെ പ്രവർത്തിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ രൂപമാണ് നമ്മൾ കൂടി ഇരുന്നുണ്ടാക്കേണ്ടത്. ആക്ഷൻ പ്ലാൻ അതാണ്. അതിനെയാണ് ക്ഷണിച്ചിട്ടുണ്ട്. വേറെ ഒരു വിഷയം ഇല്ല. അതിന് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സംഘടനകളുടെ ഇതുപോലത്തെ സംഘടനകളുടെ കുടുംബശ്രീയുണ്ട്, ആരോഗ്യവകുപ്പുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. മതസംഘടനകളുണ്ട്, വിവിധ പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പൊ അവളെല്ലാവരും കൂടിയിട്ട് തിരുവള്ളൂരിൽ ഒരു ഇണക്കം തട്ടിക്കുക. ഇനി വരുന്ന പുതിയ തലമുറക്ക് ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. അതിൽ അവരെ മാറ്റണം എന്നുള്ള സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒന്നായെങ്കിലും ഒരു കൊടുക്കും. നമ്മൾ വൈകുന്ന ഉച്ചപ്പണ്ടാക്കി കാര്യം നമ്മൾ നടക്കാൻ പോകുകയാണ്. അതുപോലെ തന്നെയാണ് ഈ പ്രണയം. ഒരു ടെക്സ്റ്റ് മെസ്സേജ് വാട്സപ്പിലോ അല്ലെങ്കിൽ ടെക്സ്റ്റോ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ പറ്റില്ല ആ സെക്കൻഡിൽ പറയാം, ഓക്കെ ഓർമ്മ. ആ ഒരു രീതിയിലേക്കുള്ള കുട്ടികള് അവർക്കൊരു കാര്യം വീടുകളിലെ ഒരു കാര്യം നടക്കാതെ വന്നാല് അവർ ഭയങ്കര വയലന്റാവും അല്ലെ? ഈ തരത്തിലുള്ള കുട്ടികളാണ് വയലന്റായി മാറുന്നത്. വീട്ടില് മഫ്തിയിലുള്ള 2 ആളുകളാണ് കേൾക്കുന്നത്. അപ്പൊ അവര് ആദ്യം നമ്മുടെ ഒരു ഐഡന്റിറ്റി വെളിവാക്കുന്നില്ല. സാറേ ഞങ്ങളിങ്ങനെ എക്സൈസ് പറഞ്ഞത്. എന്തെങ്കിലും എക്സൈസ് ഇവിടേക്ക് ഒന്നുമില്ല, ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്. നിങ്ങള് മോനെ ഇവിടെ ഉണ്ടോ? റൂമില് റൂമിലുണ്ട്. ഒന്ന് വിളിക്കാൻ പറ്റും? റൂമില ഞാൻ വിളിക്കാം. അല്ല എന്നാലും പറയും എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നേ? ഒന്നുമില്ല, ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ചെക്കനെ പറ്റി ഒരു പരാതി പറഞ്ഞു. അത് അവനെ പറ്റി നിങ്ങൾ പറയണ്ട. ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളൂ ഫാദർ പറഞ്ഞു, അയ്യോ സാറേ ഇങ്ങനെ വന്നു, ഞങ്ങൾക്കൊരു മാനക്കേടാണ് ഇങ്ങനെ വന്നാൽ. സത്യം പറയാം ഞങ്ങൾ പറഞ്ഞു. അപ്പൊ അവർ കൂടെ ഉള്ള മഫ്തിയിലുള്ള ആൾ പറഞ്ഞു, ഞങ്ങൾ യൂണിഫോമിലൊന്നും അല്ലല്ലോ, മഫ്തിയിലല്ലേ വന്നത്. അപ്പൊ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും ആണെന്നാ വിളിച്ചായിരിക്കോ. ഞങ്ങൾ വണ്ടി കൊണ്ടുവന്നില്ല, വണ്ടി ദൂരെയാണത്. എന്നാ സാറ് നോയിക്കോളി, കുഴപ്പമൊന്നുമില്ല, ഞാൻ മോനെ വിളിക്കാം. മോനെ വിളിച്ചു, വാതിൽ കുട്ടി, മോൻ കഥവ് നോക്കുമ്പോ പെട്ടെന്നാണ് ടെൻഷൻ. എന്താണ് എന്നോട് ആവശ്യം? എന്തിനു വന്നതാ? ഓന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. പോലീസുകാരാണോ എക്സൈസുകാരാണോ എന്താണെന്നുള്ള ഓന് കാര്യം മനസ്സിലായി. എന്തിനാ വന്നത്? ഞാൻ ഒരു കുറ്റം ചെയ്തില്ലല്ലോ, എന്റെ അടുത്ത് ഇവിടെ ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്താ മോൻ പറഞ്ഞത്? മോനോട് ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ലല്ലോ, മോന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെന്താ ഇങ്ങനെ പെരുമാറ്റം? ഞാൻ പറഞ്ഞില്ല, എന്റെ അടുത്തൊന്നുമില്ല, ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല. ഒന്ന് സൈലന്റ് ആകുക, ഒരു സമയമുണ്ട്. അങ്ങനെ ആദ്യം തന്നെ അവന്റെ മനസ്സിപ്പുറത്തുള്ള ഫോൺ എടുത്തിട്ട് അവനോട് അതിന്റെ നമ്പറൊന്ന് ചോദിച്ചു. എന്താണ്? പാസ്വേഡ് ലോക്കിംഗ് ഓപ്പൺ ചെയ്തു. ഫോട്ടോസ് ആരതായാലും, നിങ്ങളുടെ മക്കളതായാലും ബന്ധുക്കളെ മക്കളതായാലും സംശയം തോന്നുന്ന ആളുകളെ മൊബൈൽ ചെക്ക് ചെയ്യണത് അത്യാവശ്യമുണ്ട്. അപ്പൊ ഞങ്ങൾ ചെയ്യാറ് കേസ് ഡിറ്റക്ഷന്റെ ഏറ്റവും പ്രാഥമികമായ എളുപ്പ വഴി നമ്മൾ ഫോൺ ചെക്ക് ചെയ്യും. ഫോണിൽ എങ്ങനെയാലും ഒരു പ്രതി ആ ഒരു ഇൻസിഡന്റായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ഫോട്ടോസോ ഒരു കളക്ഷൻസോ ഉണ്ടാവും. ഫോൺ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുറേ ചെറിയ കഞ്ചാവ് പൊതികള് ഫോട്ടോ എടുത്ത പ്രതലം നോക്കിയപ്പോൾ ആ റൂമിൽ മേശപ്പുറത്താണ്. വേറൊരു ഫോട്ടോ ഉണ്ട്, ഒരു അലമാരയിൽ ഒരു കഞ്ചാവിന്റെ വലിയ പാക്കറ്റ്, 2 കിലോന്റെ പാക്കറ്റ് കിടക്കുന്ന ബ്രൗൺ പേപ്പർ. അതായത് ഞങ്ങൾ പറയും പാർസൽ എന്ന് പറയും. ഒരു 2 കിലോന്റെ പാക്കറ്റിന് പൊതുവെ പാർസൽ എന്നാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു പാക്കറ്റ്, അതിന്റെ ഒരു ഫോട്ടോ. പിന്നെ കൂടുതലും സംസാരിക്കേണ്ടല്ലോ. മോനോട് ചോദിച്ചു, മോനെ ഇതെന്താ മോനെ? ഇതില്ല, വേറെ ചെന്നൈ അയച്ചു തന്നതാ. അപ്പൊ മോനെ ഇത് ഈ മേശ കിടക്കുന്നത് നിന്റെ വീട്ടിലെ മേശ? ഇതല്ല, ഇത് അതേമാതിരിക്കാണ്, വേറെ ഒന്നല്ല. അടുത്ത ഫോട്ടോ കാണിച്ചു. അപ്പം രക്ഷിതാവിനെ വിളിച്ചു, 2 ആളും വരും. അപ്പോഴത്തേക്ക് ഉമ്മ ഒന്നായിട്ടൊന്ന് ഇത് ഫോട്ടോ കണ്ട് ഞങ്ങൾ ഡിറ്റക്ഷൻ ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഉമ്മക്ക് തലകാക്കം വന്ന് ഞങ്ങൾ പറഞ്ഞു, ഉമ്മനൊന്ന് അപ്പുറത്തെ റൂമിലേക്ക് ഞങ്ങൾ മാറ്റിയിരിക്കണം. ബാബിനോട് കാര്യം പറഞ്ഞു, അയ്യോ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല, ഞാൻ ഇവിടെ ഇല്ല, ഞാൻ 3 വർഷമായിട്ട് ഇന്ന് ഈ പെരുന്നാളായിട്ട് വന്നതാണ്, എനിക്കൊന്നും അറിയില്ല, ഇപ്പൊക്കെ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര
അങ്ങനെ സംഭവം രക്ഷിതാവിന് രണ്ടാമതും വ്യക്തമായി ഇത് നമ്മുടെ വീടും റൂമും തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നതെന്തായാലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മുടെ മക്കളാണ് ഈ രീതിയിൽ നമ്മൾ വീട്ടിൽ അവൻ പുറത്തു പോകണം എന്തിനാണ് ആരെങ്കിലും ഒന്ന് കോൾ ചെയ്യും 2 പൊതി വേണമെന്ന് പറയും. അപ്പൊ +2 പഠിക്കണ അതാ രസം. ചാലി ഇമ്പിച്ചുവാ സ്കൂളില് +2 പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഓൻ പോണത് പുറത്തു പോണത് വെറും ഈ ആരെങ്കിലും ഓർഡർ ചെയ്യുമ്പോ ആ ഓർഡർ കൊടുക്കാൻ മാത്രം പുറത്തു പോണത്. അങ്ങനെയാണോ രക്ഷിതാവ് വിചാരിക്കുന്നത്? ഓ നല്ലൊരു കുട്ടി, ഓൻ പുറത്തവിടെ ആർക്കുമില്ല, ഓൻ ജസ്റ്റ് പോയി വരണുള്ളൂ അത്ര. ആ ഒരു രീതിയിലാണ് നമ്മുടെ മക്കളൊക്കെ. അത് നമ്മൾക്ക് എന്താ കാര്യം തരാം, നമുക്ക് ഒരിക്കലും നമ്മുടെ മക്കൾ കുറ്റം ചെയ്യുന്നു വിശ്വസിക്കാൻ പറ്റില്ല. അത് എനിക്ക് എന്റെ മകളോ മകനോ തെറ്റ് ചെയ്യുന്നു വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഒരു നിർബന്ധമായിട്ട് എല്ലാവരോടും പറയാം, എന്ന് പറഞ്ഞാൽ നിർബന്ധമായും അടുത്തൊരു ചാൻസ് കിട്ടിയാൽ ഉപയോഗിച്ചിരിക്കും. ഒരു 4 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും 8 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു പ്രാവശ്യം ലഹരി MDMA ഉപയോഗിച്ച ഒരാള് നിർബന്ധമായും അയാൾക്ക് ചാൻസ് കിട്ടിയ ഉപയോഗിച്ചിരിക്കും. അയാൾ അഡിക്റ്റഡ് ആയി. ഒറ്റ ഉപയോഗത്തിന് അഡിക്ഷൻ വരുന്ന ഒരേ ഒരു ലഹരി പദാർത്ഥം ഈ MDMA മാത്രമേ ഉള്ളൂ. എന്താ ഇവിടെ ഒന്നുമില്ല, ഞാൻ ഒരു അത്യാവശ്യം ഫ്രണ്ട് വിളിച്ചപ്പോ വന്നാണ്. വീട്ടിലേക്ക് ആ പെൺകുട്ടീന്റെ വീട്ടിൽ വിളിച്ചു നോക്കിയപ്പോ വീട്ടിലെ രക്ഷിതാവിനെ വിളിച്ചു നോക്കുമ്പോ എന്താ സ്ഥിതി തരാം, എന്റെ മോളവിടെ റൂമിലുണ്ട്, റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട്. എന്താ സാധനം വിളിക്കുന്നത് രാത്രി കണ്ടപ്പാരക്ക്? ഈ ഒരു സിറ്റുവേഷൻ വീടുകളിലുണ്ട്. അവരെന്ത് ചെയ്യുന്നതാണ്, താക്കോലിട്ട് കൂട്ടി പോവാ, പുറത്ത് ലോക്ക് ചെയ്യാലോ, ഒരു താക്കോലുണ്ട്, ഒരു വരുന്നുണ്ട്, 4 മണിയാകുമ്പോഴത്തേക്ക് എത്തും ചെയ്യും. പിള്ളേരെന്താ പോണത് നമുക്കും അറിയില്ല, ഓർക്കും അറിയില്ല. പോകേണ്ടതുണ്ട്. ആരെങ്കിലും മകന്റെയോ മകളെയോ ഈ പോക്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ അടഞ്ഞിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ അനാവശ്യമായി തർക്കമുണ്ടാക്കുന്നുണ്ടോ, ഏത് കാര്യത്തിലും അധിക പിള്ളേർ നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാലേ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുക, കുട്ടികൾ റൂമിൽ അടഞ്ഞിരിക്കുക, അനാവശ്യമായ ദേഷ്യം, ഇതൊക്കെ ലഹരിയോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യത്തിന് അടിമപ്പെട്ടാൽ ഉണ്ടാവുന്ന സാഹചര്യം. കുട്ടികളെ നമ്മൾ ആരെങ്കിലും കുട്ടികളെ ഈ തരത്തിലുള്ള തെറ്റുകളിലോ മറ്റോ കണ്ടെത്തി എന്ന് കരുതും. യാദൃശ്ചികം ഏതെങ്കിലും കുട്ടീനെ കണ്ടു ഇങ്ങനെ തെറ്റ് ചെയ്യുന്നതായിട്ട് ബോധ്യമായി. അമ്മമാരോ ആണെങ്കിൽ നമുക്ക് യൂണിഫോമിന്റെ കീശകളും പാന്റിന്റെ കീശ ഷർട്ടിന്റെ കീശയൊക്കെ അലക്കുന്ന ഒരു കാണുന്ന ഒന്നും ചെയ്യണ്ട, അലക്കുന്ന സമയത്ത് ചെറിയ ബോക്സ് അങ്ങനത്തെ ബോക്സ് ഉണ്ടാവും. അങ്ങനത്തെ ബോക്സ് അപ്പം അങ്ങനത്തെ ബോക്സുകൾ എവിടുന്നൊരു ബാഗ് കണ്ടെടുത്താൽ ഷുവറാണ് ചിന്തിക്കുന്നത്. ഈ തരത്തിൽ ആരെങ്കിലും കുട്ടികൾ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തിയാൽ കുട്ടികളെ തല്ലാനോ പിടിക്കാനോ ചീത്ത പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാനോ ആരും കുട്ടികളെ കാര്യങ്ങൾ നമുക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ കുട്ടികളെ സമാധാനപരമായിട്ട് ചോദിക്കാൻ